ഒരാൾ പറയുന്നു ഹദീസിൽ വിവാഹം കഴിച്ചുന്നുണ്ട്, മറ്റേ ആൾ പറയുന്നു വിവാഹം കഴിച്ചു എന്നില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമായി. അപ്പോൾ ആ നുണ പറയുന്നതിനിടയിലുള്ള കോർഡിനേഷൻ പ്രശ്നം തീർക്കാൻ അടുത്ത ഒരു പണി. അടുത്തെന്താന്ന് ചോദിച്ചാൽ ഇതിനെ ന്യായീകരിക്കാൻ ഇത് നമ്മൾ പിടിച്ചപ്പോൾ അടുത്ത മറുപടി അത് കേട്ടോളൂ നിങ്ങൾ. ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അത് കേൾക്കാം, ആ ഭാഗം കേട്ടോളൂ. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണ് ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് എവിടെയാ തെളിവ് എന്ന് ആരിഫ് ചോദിക്കിന് ആരിഫിന് മറുപടി പറയാം. എവിടെയാ തെളിവ് എന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിച്ചു എന്നുള്ളതിന് തെളിവ് എന്താന്ന് ചോദിച്ചാൽ തെളിവ് കൊടുക്കുക. നമ്മൾ കൊടുത്തു. ബുഖാരി 5244, ബുഖാരി 5255, ബുഖാരി 5256 നമ്മൾ തെളിവ് കൊടുത്തു. അപ്പോൾ ഹദീസിലുണ്ട്, പക്ഷേ മൂപ്പർ അവിടെ നിർത്തുന്നില്ല. ഹദീസിലുണ്ട് പക്ഷേ അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണോ? അല്ല. അങ്ങനെ ഹദീസിലുണ്ട് കല്യാണം കഴിച്ചാന്ന്, പക്ഷെ വിവാഹമല്ല. ഹദീസിലുണ്ട് കല്യാണം കഴിച്ചതാണ്, പക്ഷെ വിവാഹമല്ല. കാരണം എന്താ? മറ്റേ നുണയനെ സംരക്ഷിക്കണം. മറ്റേ നുണയൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോയി, ഇയാളാണെങ്കിൽ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞും പോയി. അപ്പൊ എന്ത് ചെയ്യണം? ആ നുണയനെ സംരക്ഷിക്കാൻ വേണ്ടി ഹദീസിലുണ്ട് പക്ഷെ വിവാഹമല്ല. പിന്നെ എന്താ അത് നോക്കാം, ഇപ്പറന്നെ പറയട്ടെ. അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? മുഹദ്ദിസ്. അപ്പൊ മൂപ്പര് ഇനി ഇതിന്റെ സിഹത്തൊക്കെ നഖലു അതിലും താമുൽ ലബത്തി മുത്തസിൽ സനദി ഇല്ല അതൊക്കെ നോക്കിയിട്ട് ഓരോന്നും ലബത്തിന്റെ എല്ലാ അഹ്കാമുകളും ഉറപ്പിച്ചിട്ട് എല്ലാ കിതാബും നോക്കിയിട്ട് ഹദീസ് സ്വീകരിക്കുന്ന ആളാണ്. ഇതിനൊക്കെ പറയേണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നിടത്തും ഭാഷക്കും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി പറയാന് ഇവർ ഈ കൊണ്ടുവന്നതൊക്കെ എവിടുന്ന? ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഹദീസിലാണ് ഈ സംഭവം ഉള്ളത്, ഹദീസിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതേ ഹദീസ് വെച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ഇതേ സംഭവത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ത്വലാഖ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കൊണ്ട് ആ ഹദീസ് പറ്റൂല. പിന്നെ ഞങ്ങൾ പറയുന്ന ഹദീസ് അതിന്റെ തന്നെ ഒരു ഭാഗത്തിന്റെ ഒരു മുറിച്ച ഭാഗം മാത്രം പറ്റും. ഇതാണ് ഇവരുടെ തനി സ്വരൂപം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.